ഒരു കുടുംബത്തിലെ 4 പേരുടെ വിയോഗം ഒരുമിച്ച്. തന്നെ വിശ്വസിച്ച് സ്വന്തം വീട്ടിലേക്ക് കയറി വന്ന ആ പെൺകുട്ടിയെയും അവൻ ക്രൂരമായി കൊലപ്പെടുത്തി. അഫാൻ ചെയ്ത ക്രൂരകൃത്യത്തിന്റെ ഞെട്ടൽ മാറാതെയാണ് പിതാവ് റഹീം. പ്രവാസം നൽകിയ ദുരിതങ്ങളും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിനുമിടയിലാണ് നാട്ടിൽ നിന്ന് ഈ ദുരന്ത വാർത്ത റഹീമിനെ തേടിയെത്തിയത്. നിലവിൽ സൗദിയിലെ ദമാമിലാണ് അദ്ദേഹം. തന്റെ ഉറ്റവരുടെ മരണവാർത്ത അറിഞ്ഞപ്പോഴും നാടണയാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ് ആ പിതാവ്. ഇനി ആർക്കും ഈ ഗതി വരുത്തരുത്. മകൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം, വിതുമ്പിക്കൊണ്ട് റഹീം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇഖാമ പുതുക്കലുമായി ബന്ധപ്പെട്ട നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ റഹീം. 2.5 വർഷത്തോളമായി റഹീമിന് നാട്ടിൽ പോകാൻ സാധിച്ചിരുന്നില്ല. എല്ലാം ശരിയാക്കി കടങ്ങൾ തീർത്ത് ബുദ്ധിമുട്ടില്ലാതെ പൊതുജീവിതത്തിലേക്ക് കടക്കുന്നതിനുള്ള ശ്രമത്തിനിടെയാണ് ദുരന്ത വാർത്ത റഹീമിനെ തേടിയെത്തിയത്. റഹീമിന്റെ അസാന്നിധ്യത്തിൽ വെഞ്ഞാറമൂട്ടിൽ ദാരുണമായി കൊല്ലപ്പെട്ട 5 പേർക്കും കണ്ണീരോടെയാണ് നാട് വിട നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ മൃതദേഹങ്ങൾ വീടുകളിൽ എത്തിച്ചപ്പോൾ വൈകാരിക രംഗങ്ങൾക്കാണ് നാട് സാക്ഷ്യം വഹിച്ചത്. പണം ഞങ്ങൾ തരും. അഫാന്റെ പെൺസുഹൃത്ത് ഫർസാനയുടെ സംസ്കാരം ചടങ്ങാണ് ആദ്യം പൂർത്തിയായത്. വെഞ്ഞാറമൂട് പുതൂരിലുള്ള വീട്ടിലേക്കാണ് ഫർസാനയുടെ മൃതദേഹം കൊണ്ടുവന്നത്. പൊതുദർശനത്തിന് ശേഷം ചിറയിൻകീഴ് കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഫർസാനയുടെ പിതാവ് സുനിലിന്റെ വീട് ചിറയിൻകീഴിലാണ്. പുതൂരിലേക്ക് അടുത്തിടെയാണ് കുടുംബം താമസം മാറിയത്. പ്രതിയായ അഫാന്റെ വല്യുമ്മ സൽമാ ബീവി, സഹോദരൻ അഫ്സാൻ, അഫാന്റെ പിതാവിന്റെ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരുടെ സംസ്കാരം താഴെപ്പങ്ങോട് മുസ്ലിം ജുമാ മസ്ജിദിൽ നടന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായി സൗത്ത് സോൺ IG ശ്യാം സുന്ദർ അറിയിച്ചു. പ്രതി ഒറ്റയ്ക്കാണ് കൃത്യം ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനമെന്നും അദ്ദേഹം പറഞ്ഞു.